നമ്മൾ ഒരുപാട് പ്രാവശ്യം ട്രൈ ചെയ്യാൻ ശ്രമിച്ചിട്ട് നമുക്ക് കിട്ടാത്തൊരു ഫുഡായിരുന്നു കേട്ടോ കിഴിപ്പൊറാട്ട. അങ്ങനെ ഇന്നലെ ആ ദിവസം എത്തിച്ചേർന്നു. നമ്മൾ ഇതുപോലെ എന്ത് കഴിക്കണം എന്നറിയാതെ ഞാനും അഞ്ചും ഇതിലും കൂടി ഇങ്ങനെ ഓരോ ഷോപ്പിന് മുമ്പിലും പോയി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് നമ്മളൊരു ബോർഡ് കണ്ടത്. കൊത്തു പൊറാട്ടയുടെ ബോർഡായിരുന്നു കേട്ടോ. അപ്പൊ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു, അവിടെ പോയിട്ട് കിഴിപ്പൊറാട്ട കിട്ടുമോ ചോദിച്ചു. അങ്ങനെ നമുക്ക് കിഴിപ്പൊറാട്ട ഉണ്ടെന്ന് പറഞ്ഞു, ബീഫും ചിക്കനും ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ എന്തായാലും ഞാനൊരു ബീഫും അഞ്ചൊരു ചിക്കനും പറഞ്ഞ് ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്യാണ്. അപ്പൊ ഇതിൽ മണിക്ക് വേണ്ടിയിട്ട് കുറച്ച് റൈസ് കഴിച്ചപ്പോൾ നല്ല ബിരിയാണി റൈസ് തന്നിട്ടോ. മസാല കുറവാണെങ്കിലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു റൈസിന്. അങ്ങനെ നമ്മളത് കൊടുത്ത്, അവൾക്കാണെങ്കിൽ ഒന്നും വേണമെന്നൊന്നുമില്ല, എന്നാലും നമ്മൾ കഴിക്കുമ്പോൾ എന്തെങ്കിലും കൊടുക്കണമല്ലോ വിചാരിച്ച് വാങ്ങിച്ചേട്ടോ. കുറേ തുപ്പിക്കളയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇതിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ ആക്കി നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഐറ്റം എത്തിട്ടോ, കിഴിപ്പൊറോട്ട എത്തി. അങ്ങനെ നമ്മളത് അൺബോക്സ് ചെയ്യാണ്. കെട്ടക്കഴിച്ച് നമ്മൾ ആദ്യം തന്നെ ബീഫാണ് കേട്ടോ തുറന്നത്. അത് കാണാൻ തന്നെ എന്ത് രസമായിരുന്നു എന്നറിയോ. അത് തുറക്കുമ്പോൾ എൻ്റെ സാറേ ചുറ്റുള്ള ഒന്നും കാണാൻ പറ്റില്ല, നമ്മുടെ കോൺസെൻട്രേഷൻ ഫുൾ അതിലേക്കായിരിക്കും കേട്ടോ. അങ്ങനെ നമ്മളടുത്ത് ചിക്കൻ അൺബോക്സ് ചെയ്തു. അങ്ങനെ ചിക്കൻ്റെ ഇതും നമ്മൾ അടിപൊളിയായിരുന്നു. പക്ഷെ ബീഫായിരുന്നു കേട്ടോ, കാണാനും ടേസ്റ്റും അടിപൊളി ബീഫായിരുന്നു. ഞാൻ ഇനി ട്രൈ ചെയ്യുകയാണെങ്കിൽ എപ്പോഴും ബീഫ് തന്നെ ആയിരിക്കും ട്രൈ ചെയ്യുന്നുണ്ടാവുക. പുറത്തുനിന്ന് ആദ്യമായിട്ട് ഞങ്ങൾ കഴിക്കുന്നത്. എനിക്ക് ബീഫിന്റെ കാര്യം എടുത്ത് പറയാതെ വയ്യ, അത്രയും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അഞ്ചിന് പിന്നെ രണ്ടാമത് റിഗ്രറ്റ് ഉണ്ടായിരുന്നു, കാരണം ചിക്കൻ ഓർഡർ ചെയ്തത് വേണ്ടാന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു. കാരണം അവൾ എൻ്റെ 2-3 പീസും ചെറിയ പീസൊക്കെ എടുത്തപ്പോൾ ആ ഒരു ഗ്രേവിയും എല്ലാം കൂടി അവൾക്ക് വായിൽ വെള്ളം വന്നിട്ട് ഞാൻ പിന്നെ കുറച്ച് പീസും കാര്യങ്ങളൊക്കെ അവൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ടൈം ഞങ്ങൾ ട്രൈ ചെയ്യുകയാണെങ്കിൽ ബീഫ് മാത്രമേ ട്രൈ ചെയ്യുള്ളൂ, അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഓരോ ലൈമും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിന്റെ റൈസും ഞാൻ തന്നെ ഫിനിഷ് ചെയ്യേണ്ടി വന്നു. ഷോപ്പിന്റെ ലൊക്കേഷൻ വന്നിട്ട് നമ്മുടെ മണ്ണാർക്കാട്ടുള്ള കുന്തിപ്പുഴയത്തെ എരിവും പുളിയാണ് കേട്ടോ.